ഡൽഹിയിൽ പാവപ്പെട്ട മനുഷ്യരുടെ വീടുകൾ തകർക്കാൻ വേണ്ടി ബുൾഡോസറുകൾ ഇരച്ചെത്തിയപ്പോ ആ ബുൾഡോസറുകളുടെ മുന്നിൽ ചെന്ന് നോ, പാടില്ല എന്ന് പറയാൻ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് ബൃന്ദ കാരാട്ടാണ് ഉണ്ടായിരുന്നത് എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. വർഗീയതയില്ലാത്ത 10 വർഷം, വിവിധ മതസമുദായങ്ങൾ തമ്മിൽ സംഘർഷത്തിന്റെ ഒരു നെരുപ്പോട് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത 10 വർഷം, വിവിധ മതസമുദായങ്ങളിലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ പോലും ഐക്യവും രഞ്ജിപ്പും ഉണ്ടാക്കിയെടുത്ത 10 വർഷം. ആരോടും അനീതി പ്രവർത്തിച്ചില്ല, ഒരു സമുദായത്തോടും അന്യായം കാണിച്ചില്ല. നീതി കിട്ടേണ്ടവർക്ക്, ന്യായം ലഭിക്കേണ്ടവർക്ക് അത് യഥാവിധി എത്തിച്ചു കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടുന്നത് പോലെ 62 ലക്ഷം വരുന്ന നിരാലംബരായ മനുഷ്യർക്ക് 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഈ സർക്കാരിനെ എങ്ങനെയാണ് ജനങ്ങൾക്ക് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുക? UDF അധികാരത്തിൽ വന്നാൽ ഈ ക്ഷേമ പെൻഷൻ നൽകുന്നത് നിന്നുപോകും. 20 ലക്ഷത്തിലധികം സ്ത്രീകൾക്കാണ് വീട്ടമ്മമാർക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പിണറായി ഗവൺമെന്റ് നൽകുന്നത്, ഇടതുപക്ഷ സർക്കാർ നൽകുന്നത്. ആ സ്ത്രീ സുരക്ഷാ പെൻഷനും ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ നിലച്ചു പോകും. ഇടതുമുന്നണിയുടെ പരാജയം ഈ നാട്ടിലെ ജനങ്ങളുടെ പരാജയമാകും. ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള മനുഷ്യരുടെ പരാജയമാകും. വയോജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള പ്രതീക്ഷയുടെ വലിയ സൂര്യോദയം സമ്മാനിക്കുന്നത് ഈ ക്ഷേമ പെൻഷനാണ്. 1 രൂപ പോലും വരുമാനമില്ലാതെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഒരുപാട് രോഗങ്ങളുടെ കാരിയർമാരായി കഴിയേണ്ടി വരുന്നവർ, അങ്ങാടിയിൽ പോയി ഒരു ചായ കുടിക്കാൻ പോലും 1 രൂപ സ്വന്തമായി വരുമാനമില്ലാത്തവർ, എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിന് പോലും മക്കളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന വയോജനങ്ങൾ, ആ വയോജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള പ്രതീക്ഷയാണ്, ഓരോ ദിനരാത്രങ്ങളും തള്ളി നീക്കുവാനുള്ള പ്രതീക്ഷയാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ ഒരു അധികപ്പറ്റാണ്. അവർ ഈ നാട്ടിലെ സാധാരണക്കാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു ഘട്ടത്തിലും പരിഗണിച്ചിട്ടില്ല. 5 ലക്ഷത്തിലധികം വരുന്ന വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത സർക്കാരിന്റെ പേരാണ് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ എന്നുള്ളതിൽ ആർക്കാണ് തർക്കം? 5.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് 10 വർഷത്തിനിടയിൽ വീട് നൽകുവാൻ സാധിച്ച ഗവൺമെന്റിനെ എങ്ങനെ, എന്തിന്റെ പേരിൽ ജനങ്ങൾ മാറ്റി നിർത്തും? സർക്കാരിനെതിരായി വിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നവരോട് ഒരു കാര്യമേ ചോദിക്കുന്നുള്ളൂ: ഏത് രംഗത്തുള്ള സർക്കാരിന്റെ ഭരണ വീഴ്ചയുടെ പേരിലാണ് ആ വിരുദ്ധ വികാരമുള്ളത്? ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയെ അവഗണിച്ചു എന്നുള്ളതിന്റെ പേരിലാണോ? സർക്കാർ വിദ്യാലയങ്ങളിൽ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും തകർന്ന ക്ലാസ് റൂമുകളും അപ്രത്യക്ഷമായില്ലേ? എല്ലായിടത്തും കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് പുതിയ കെട്ടിടങ്ങൾ വന്നില്ലേ? സാധാരണക്കാരന്റെ മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ വന്നില്ലേ? ആ ബാച്ചുകൾ കൊണ്ടുവന്നതാണോ? ആ ബാച്ചുകൾ പ്രയോഗവൽക്കരിച്ചതാണോ? ഇടതുപക്ഷ സർക്കാരിനെതിരായി ജനവികാരമുണ്ടാകുന്നതിന്റെ കാരണം വ്യാവസായിക രംഗത്ത്, ആരോഗ്യ രംഗത്ത്, കാർഷിക മേഖലയിൽ, ഏത് മേഖലയിൽ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനം മോശമായതുകൊണ്ടാണ് സർക്കാരിനെതിരായി ജനവിരുദ്ധ വികാരമുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നാട്ടിൽ ഗവൺമെന്റിനെതിരായി ഒരു ജനവിരുദ്ധ വികാരവും ഇല്ല. ലോകം മുഴുവൻ അടിച്ചമർത്തപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരുടെ കൂടെ നിന്ന ലോകത്തുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും ഗസയിൽ ആയിരക്കണക്കിന് മനുഷ്യർ അറുകൊല ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ മതം നോക്കി ഒരു നിലപാട് സ്വീകരിച്ചവരല്ല ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർ. ഇറാഖിന്റെ മണ്ണിലേക്ക് അമേരിക്കയുടെ പട ഇരച്ചെത്തിയപ്പോ സദ്ദാം ഹുസൈന്റെ മതം പരിഗണിച്ചവരല്ല ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർ.
40 കൊല്ലം ലിബിയയിൽ പ്രസിഡന്റായി വിരാജിച്ച മുഅമ്മർ ഗദ്ദാഫിയെ അധികാരത്തിൽ നിന്ന് പിടിച്ചു വലിച്ച് താഴെയിട്ട് അങ്ങാടിയിലൂടെ നടത്തിക്കൊണ്ടുപോയി പിന്നിൽ നിന്ന് പിച്ചാത്തി കൊണ്ട് കുത്തി മലർത്തി കൊന്നു തള്ളി ഒരു ഇറച്ചിക്കടയുടെ ഫ്രീസറിൽ മൃതദേഹം സൂക്ഷിച്ച സംഭവമുണ്ടായപ്പോൾ മുഅമ്മർ ഗദ്ദാഫിയുടെ മതം നോക്കി ഗദ്ദാഫിയുടെ കൂടെ നിൽക്കാതെ മാറി നിന്നവരല്ല ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർ. ഇറാനെതിരായി അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന കിരാതമായ വാഴ്ചയും കിരാതമായ പ്രവർത്തനങ്ങളും. പർദ്ദ ധരിച്ച മുസ്ലിം സ്ത്രീകളുള്ള രാജ്യമാണ് ഇറാൻ. താടിയും തലപ്പാവുമുള്ള നേതാക്കന്മാരാണ് ഇറാനിൽ. അതുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെടട്ടെ എന്ന് തീരുമാനിച്ചവരല്ല ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർ. കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവരെന്നും ഇരയുടെ കൂടെ നിന്നിട്ടുള്ളവരാണ്. അക്രമങ്ങൾക്ക് വിധേയരാകുന്നവരുടെ മതം നോക്കാതെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. ഡൽഹിയിൽ പാവപ്പെട്ട മനുഷ്യരുടെ വീടുകൾ തകർക്കാൻ വേണ്ടി ബുൾഡോസറുകൾ ഇരച്ചെത്തിയപ്പോ ആ ബുൾഡോസറുകളുടെ മുന്നിൽ ചെന്ന് നോ, പാടില്ല എന്ന് പറയാൻ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് ബൃന്ദ കാരാട്ടാണ് ഉണ്ടായിരുന്നത് എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. വർഗീയതയില്ലാത്ത 10 വർഷം, വിവിധ മതസമുദായങ്ങൾ തമ്മിൽ സംഘർഷത്തിന്റെ ഒരു നെരുപ്പോട് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത 10 വർഷം, വിവിധ മതസമുദായങ്ങളിലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ പോലും ഐക്യവും രഞ്ജിപ്പും ഉണ്ടാക്കിയെടുത്ത 10 വർഷം. ആരോടും അനീതി പ്രവർത്തിച്ചില്ല, ഒരു സമുദായത്തോടും അന്യായം കാണിച്ചില്ല. നീതി കിട്ടേണ്ടവർക്ക്, ന്യായം ലഭിക്കേണ്ടവർക്ക് അത് യഥാവിധി എത്തിച്ചു കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ. ആ സർക്കാരിന് നേതൃത്വം നൽകിയ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മൂന്നാം ഊഴത്തിലും ഇടതു മുന്നണിയുടെ നേതൃത്വത്തിൽ, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ ആ സർക്കാരിന് വേണ്ടി കേരള നിയമസഭയിൽ തവനൂരിൽ നിന്ന് ജയിച്ചു പോകുന്ന പ്രതിനിധിയുടെ കൈ ഉയരണം. അതിന് നിങ്ങൾ എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലോറി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഭിന്നമായി ഒരുപാട് വോട്ടുകൾ നമുക്ക് കിട്ടുമ്പോ ആ വോട്ടെല്ലാം അട്ടിയാക്കി ലോഡ് ചെയ്യാൻ ഒരു ലോറി തന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ലോറി ചിഹ്നമായി എടുത്തത്. ആ ലോറിയിലായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ വോട്ടും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.